ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ കത്തിന് മറുപടി നൽകി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിൽ സംസ്ഥാന സർക്കാർ ഓഹരി പങ്കാളിയല്ല. ഈ സർക്കാരിന്റെ കാലയളവിൽ അദാനി കമ്പനിയുടെ ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട യാതൊരു തീരുമാനങ്ങളോ അനുമതികളോ സംസ്ഥാനം നൽകിയിട്ടില്ല എന്നും മുഖ്യമന്ത്രിയുടെ മറുപടി. ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട ഇടതു സർക്കാരിന്റെ കാലത്ത് എന്തെങ്കിലും നടപടികളോ ആശയവിനിമയമോ അദാനി കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും മുഖ്യമന്ത്രിയുടെ മറുപടിക്കത്തിൽ ആവശ്യപ്പെടുകയാണ്. റോഷി ബാലി വാർത്തയുടെ വിവരങ്ങൾ നൽകും. റോഷി, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ ചോദ്യമുനയിൽ നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒരു കത്ത് നൽകിയത്. അതിനിപ്പോൾ എങ്ങനെയാണ് വി.ഡി. സതീശന്റെ മറുപടി? തിരിച്ചുള്ള ചോദ്യങ്ങളാണോ? ഷിഹാസ, വിഴിഞ്ഞത്ത് തുറമുഖവുമായി ബന്ധപ്പെട്ട അദാനി പോർട്ട് ഓഹരി കൈമാറ്റം നടത്തിയ വിവാദത്തിൽ മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസമായിരുന്നു കത്തയച്ചത്. ആ കത്തിൽ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ടായിരുന്നു. ആ ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നൽകുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നൽകിയ കത്തിൽ തിരിച്ച് ചില ചോദ്യങ്ങൾ കൂടി ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് LDF സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ നടന്ന കോൺഫറൻസിൽ, ആ കോൺക്ലേവിൽ MSC കമ്പനി പങ്കെടുത്തിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റത്തിൽ അദാനി കമ്പനിയുമായി ആശയവിനിമയം തുടങ്ങിയിരുന്നു എന്ന് വിലയിരുത്തേണ്ടി വരില്ലേ എന്ന ചോദ്യമുണ്ട്. അതുകൊണ്ട് LDF സർക്കാരിന്റെ കാലത്ത് ഏതെങ്കിലും തരത്തിൽ ആശയവിനിമയം ഈ വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട അദാനി ഗ്രൂപ്പിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യമാണ്. ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ പിണറായി വിജയൻ തയ്യാറാകണമെന്ന ആവശ്യം കൂടി ഉയർത്തുന്നു. ഏതായാലും UDF സർക്കാർ ഈ കാലത്ത് ഒരു തീരുമാനവും എടുത്തിട്ടില്ല. ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിട്ടില്ല. അതിന്റെ കത്ത് വന്നിട്ടുണ്ട്. അത് എംപവേർഡ് കമ്മിറ്റി പരിശോധിച്ച് മാത്രമേ തീരുമാനമെടുക്കുകയുള്ളൂ. നിലവിൽ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട ഒരു നടപടിയും UDF സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന് വിശദീകരണം നൽകുന്നതിനൊപ്പം തന്നെ LDF സർക്കാരിന്റെ കാലത്ത് നടന്ന ചില കാര്യങ്ങളിലുള്ള ആശയക്കുഴപ്പം, അതിൽ വ്യക്തത വരുത്താൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാകണം എന്ന ചോദ്യം, പ്രത്യേകിച്ച് ദേശാഭിമാനി പത്രത്തിൽ വന്ന 2 വാർത്തകൾ കൂടി ഉയർത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനോട് ചോദ്യങ്ങൾ ഉയർത്തുന്നത്. ശരി, റോഷി ബാലാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.